മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം രണ്ടാമത്തെ ദശകത്തിലെ 7ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. അർത്ഥം പറയുന്നത് ഭാരതി കിഴക്കേപ്പാട്ടുകാര്യം. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്വയോഗദ്വയൽ കർമ്മജ്ഞാനമയൽ പുരുഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യ രമാവല്ലഭ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭക്തി ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന്, ഭക്തി എന്താണ് എന്നുള്ളത്, ആ ഭക്തിയുടെ മനോഹാരിത, ഭക്തി കൊണ്ട് സിദ്ധിക്കാവുന്നതായിട്ടുള്ള സദ്യപ്രേരയത്തെ മതിം മതയതേ, മനസ്സിനെ ബുദ്ധിയെ പ്രേരിപ്പിക്കണു, മതിപ്പിക്കണു, മോഹിപ്പിക്കണു, ആനന്ദ രോമാഞ്ചകഞ്ചുകം ഉണ്ടാക്കണു എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുണ്ടായി. സദ്യപ്രേരയത്തെ മതിം മതയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോത്ഭവൈ എന്ന് ഭഗവാനെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ചിന്ത കൊണ്ട് എത്ര ആനന്ദമാണ് ഉണ്ടാവാൻ പോകുന്നത്, ഭക്തി കൊണ്ട് ഉണ്ടാവാൻ പോകുന്നതായിട്ടുള്ള ആ പരമാനന്ദത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി ആ ഭക്തി എന്നുള്ളത് മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ള ഉപായമാണ് എന്ന് പറയുകയാണ്. മോക്ഷത്തിന് സ്വതേ 3 മാർഗങ്ങളാണ്: ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. ഈ 3 ഇതാണ് പറയണത്. ഒന്ന്, ജ്ഞാനം കൊണ്ട് ഭക്തി ഉണ്ടാവുക, അതായത് ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്, പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ ഉറച്ചതായിട്ടുള്ള ജ്ഞാനം. അതിനാണ് ജ്ഞാനം ഉണ്ടാവാനുള്ളതായിട്ടുള്ള വഴികൾ, അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. അതാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. കർമ്മയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുക, യാഗങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ വേണ്ട വിധത്തിൽ നല്ലതായിട്ടുള്ള കർമ്മങ്ങൾ, വേദത്തിൽ പറയുന്നതായിട്ടുള്ള സൽകൃത്യങ്ങൾ ചെയ്ത് ഭഗവാനെ സ്മരിക്കുക, അങ്ങനെ മുക്തി സമ്പാദിക്കുക എന്ന് ഒന്ന്. പിന്നെ ഒന്നാണ് ഭക്തിയോഗം, ആണ് 3ാമത്തേത് ആയിട്ട് പറയണത്. ഈ ഭക്തിയോഗം മറ്റ് 2 യോഗങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ഇനി അതെങ്ങനെയാണ് ഈ ഭക്തിയോഗമാണ് ഏറ്റവും നല്ലത് എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. ഏവം ഭൂതതയാ, ഇപ്രകാരം ഉള്ളതായതുകൊണ്ട് എന്ന് പറയുന്നത് മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ സദ്യപ്രേരയതേ മതിം മതയതേ എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ ഭക്തിയോഗം, ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതഃ യോഗഃ, ഭക്ത്യഭിഹിതഃ യോഗഃ, യോഗം എന്ന് പറഞ്ഞാൽ മോക്ഷപ്രാപ്തിക്കുള്ളതായിട്ടുള്ള ഉപായം ആണ് യോഗം എന്നുള്ള പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭക്ത്യഭിഹിതഃ യോഗഃ, ഭക്തി എന്ന പേരോടുകൂടിയ, ഭക്തി എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള യോഗം. ഇപ്രകാരം ഉള്ള കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ വിധത്തിലുള്ളതായിട്ടുള്ള ഭക്തി എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള യോഗം, അതായത് ഭക്തിയോഗം. ഭക്ത്യഭിഹിത യോഗ സ, ആ ഭക്തിയോഗം യോഗദ്വയാത്, മറ്റ് 2 യോഗങ്ങളെക്കാട്ടിലും, ജ്ഞാനയോഗം കർമ്മയോഗം എന്നുള്ളതായിട്ടുള്ള മറ്റ് 2 മോക്ഷപ്രാപ്തിക്കുള്ളതായിട്ടുള്ള പരമാനന്ദപ്രാപ്തിക്കുള്ളതായിട്ടുള്ള 2 ഉപായങ്ങളാണ്, മറ്റ് 2 ഉപായങ്ങളാണ് ജ്ഞാനയോഗവും കർമ്മയോഗവും. അതിനേക്കാളും 2 യോഗദ്വയാൽ, 2 യോഗങ്ങളെക്കാളും, ഏതൊക്കെയാണ് യോഗദ്വയം എന്ന് പറയണു? കർമ്മജ്ഞാനമയാത്, കർമ്മമയമായിട്ടുള്ള യോഗം, ജ്ഞാനമയമായിട്ടുള്ള യോഗം. അതായത് കർമ്മം തന്നെ ആയിട്ടുള്ള, കർമ്മങ്ങൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ളതായിട്ടുള്ള യോഗം, മോക്ഷോപായം, കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതായിട്ടുള്ള മോക്ഷോപായം. പിന്നെ ജ്ഞാനയോഗം, ജ്ഞാനം ലഭിക്കുക എന്നുള്ള, അതുകൊണ്ട് പരമാനന്ദം ലഭിക്കുക എന്നുള്ളതായിട്ടുള്ള 3ാം യോഗം. ഈ 2 കർമ്മജ്ഞാനമയാൽ, കർമ്മമയവും ജ്ഞാനമയവും ആയിട്ടുള്ള 2 യോഗങ്ങളെക്കാളും ഭൃശോത്തമതരോ, ഭൃശം അത്യധികം ഉത്തരതരമായിട്ടുള്ളതാണ്, ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഭൃശത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഈ
ഭക്തിയോഗം എന്ന് പറയുകയാണ്. പുരുഷോത്തമതരോ യോഗീശ്വരൈഹി ഗീയതേ. ഞാൻ പറയുന്നു അല്ലാതെ യോഗീശ്വരന്മാർ, മഹർഷി ശ്രേഷ്ഠന്മാർ യോഗം ചെയ്ത് യോഗാഭ്യാസങ്ങളൊക്കെ ചെയ്ത് ഭക്തിയോഗം കൊണ്ട് എല്ലാ യോഗങ്ങളും അനുഷ്ഠിച്ച് ഏറ്റവും പരമപ്രാപ്തി ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള വ്യാസൻ തുടങ്ങിയതായിട്ടുള്ള മഹർഷി ശ്രേഷ്ഠന്മാർ ഒക്കെ പാടി പുകഴ്ത്തിയിട്ടുള്ളതാണ് ഈ ഭക്തിയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന്. യോഗീശ്വരൈഹി ഗീയതേ, യോഗീശ്വരന്മാരാൽ പറയപ്പെട്ടിട്ടുണ്ട്, പാടപ്പെട്ടിട്ടുണ്ട്. ഏത്? ഭക്തിയോഗം ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ശ്രേഷ്ഠമാണ് എന്നുള്ളത്. ഇനി എന്താണ് അതിനുള്ള കാരണം പറയുകയാണ് അടുത്ത 2 വരിയിൽ. സൗന്ദര്യൈക രസാത്മകേ ത്വയിഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈഹി ലഭ്യ രമാവല്ലഭ. അല്ലയോ രമാവല്ലഭ, സംബോധനയാണ്. അല്ലയോ രമാവല്ലഭ, രമയുടെ ലക്ഷ്മി ഭഗവതിയുടെ വല്ലഭനായിട്ടുള്ള ഭഗവാനെ, ഈ ഭക്തി എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് ഈ ഭക്തിയോഗം എന്ന് പറയുന്നത്? എന്താണ് എന്ന് വെച്ചാൽ സൗന്ദര്യൈക രസാത്മകേ ത്വയിഖലു പ്രേമപ്രകർഷാത്മിക ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ പ്രേമപ്രകർഷം എന്നുള്ളതായിട്ട് ഉണ്ടാവൽ തന്നെയാണ്. പ്രേമപ്രകർഷാത്മിക, പ്രേമപ്രകർഷം അത്യധികമായിട്ടുള്ള പ്രേമം, അത്യധികമായിട്ടുള്ള സ്നേഹം, അതായത് ഭഗവാനോടുള്ളതായിട്ടുള്ള വാത്സല്യായാലും പല വിധത്തിലാവാം. ഭഗവാനോടുള്ളതായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ ആഭിമുഖ്യം പലതരത്തിലാവാം. ആ പ്രേമം എന്നുള്ളത് പല വിധത്തിലുള്ളതായിട്ടുള്ള പ്രേമമുണ്ട്. അങ്ങനെ ആ പ്രേമപ്രകർഷാത്മിക ഏത് വിധത്തിലുള്ളതായിട്ടുള്ള പുത്രവാനോടുള്ള സ്നേഹമാവാം, ഭർത്താവിനോടുള്ള സ്നേഹമാവാം, പലതരത്തിലുള്ളതായിട്ടുള്ള സ്നേഹം ഭഗവാനോട് ഉണ്ടാവാം. എന്തായാലും ഏത് വിധത്തിലുള്ളതായിട്ടുള്ള പ്രേമമായാലും ആ പ്രേമപ്രകർഷാത്മിക ഏറ്റവും അതിൻ്റെ ഔന്നത്യം, ആ പ്രേമത്തിൻ്റെ ഔന്നത്യം എന്നുള്ളത് തന്നെയാണ് ഭക്തി എന്ന് പറയുകയാണ്. ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമത്തിൻ്റെ പ്രകർഷം സ്വരൂപമായിട്ടുള്ളതാണ് ഭക്തി. അങ്ങനെയുള്ളതായിട്ടുള്ള ഭക്തി അങ്ങനെയുള്ളതായിട്ടുള്ള ഭക്തി ഉണ്ടാവാൻ എന്താ കാരണം? സൗന്ദര്യൈക രസാത്മകേ ത്വയി. ഭഗവാൻ സൗന്ദര്യൈക രസാത്മകനാണ്. അതായത് സൗന്ദര്യം മാത്രമായ അത് തന്നെയായിട്ടുള്ള സൗന്ദര്യം തന്നെയായിട്ടുള്ള ഭഗവാന്റെ ആ പ്രവൃത്തിയിലും രൂപത്തിലും മനസ്സിലും എല്ലാം ഉള്ളതായിട്ടുള്ള ആ സൗന്ദര്യാതിശയം, ആ അത്യധികമായിട്ടുള്ള സൗന്ദര്യൈക രസാത്മകയെ, അത് തന്നെ രസം ആണ്, ആനന്ദമാണ് എന്ന് പറയുകയാണ്. ആ സൗന്ദര്യം തന്നെ ആനന്ദത്തെ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ അത് അമൃതിന് തുല്യമാണ്, അങ്ങനെയും പറയാം. ആ സൗന്ദര്യൈക രസാത്മകയെ, അങ്ങനെ സൗന്ദര്യം തന്നെയായിട്ടുള്ള രസം, ആ രസസ്വരൂപമായിട്ടുള്ള ഭഗവാൻ തന്നെ ആ സൗന്ദര്യത്തിൻ്റെ ഒരു മൂർത്തിമൽ ഭാവമാണ്. അത് തന്നെയാണ് രസമായിട്ടുള്ളത്. അങ്ങനെയുള്ളതായിട്ടുള്ള ത്വയി, ആ ഭഗവാനിൽ അങ്ങനെ ഏറ്റവും ഭംഗിയുള്ള വസ്തുക്കൾ കാണാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാവും ആളുകൾക്ക്. അപ്പം അതുകൊണ്ട് സൗന്ദര്യ സ്വരൂപമായിട്ടുള്ളതായിട്ടുള്ള ആ ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ, പ്രേമപ്രകർഷം ഉണ്ടാവാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാത്തതാണ് എന്ന് പറയുകയാണ്. സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തി. ആ ഭക്തി എന്ന് തന്നെ പറയണത് തന്നെ അതാണ്. ഭഗവാനിൽ ആ സൗന്ദര്യ സ്വരൂപനായിട്ടുള്ള വഴിഞ്ഞൊഴുകുന്നതായിട്ടുള്ള ആ ഭഗവാനിൽ ഉള്ളതായിട്ടുള്ള അത്യധികമായിട്ടുള്ള പ്രേമപ്രകർഷം, അത് തന്നെയായിട്ടുള്ളതായിട്ടുള്ള ആ ഭക്തി നിശ്രമമേവ വിശ്വപുരുഷൈഹി ലഭ്യ രമാവല്ലഭ. ആ ഭക്തി എന്നുള്ളത് നിശ്രമമേവ, ശ്രമം ഇല്ലാതെ കണ്ട് തന്നെ, ക്ലേശം ഇല്ലാതെ കണ്ട്, ശ്രമം ചില ക്ലേശം, ആ ക്ലേശം ഒന്നും ഇല്ലാതെ കണ്ട്, നിശ്രമം ഏവ, ക്ലേശമില്ലാതെ തന്നെ ലഭിക്കുന്നതാണ്. അത് ഒരു വിഷമവുമില്ല. ഭഗവാനിൽ പ്രേമപ്രകർഷം ഉണ്ടാവാനായിട്ട് യാതൊരു വിഷമവുമില്ല. ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക മാത്രമേ വേണ്ടൂ. അല്ലാതെ കണ്ട് ധനം വേണ്ട, പ്രയത്നം വേണ്ട, വേറെയുള്ളതായിട്ടുള്ള പ്രയത്നങ്ങളൊന്നും വേണ്ട. ഭഗവാനെ ചിന്തിച്ചാൽ മാത്രം മതി ആ ഭക്തി ഉണ്ടാവാനായിട്ട്. ഭഗവാന്റെ സ്വരൂപം ചിന്തിച്ചാൽ മാത്രം മതി ആ ഭക്തി ഉണ്ടാവാനായിട്ട്, ആ പ്രേമപ്രകർഷം ഉണ്ടാവാനായിട്ട്. അത്രേ വേണ്ടൂ, വേറെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഭക്തി എന്ന് പറയണത്
ഈ പ്രേമപ്രകർഷാണ്. അതുണ്ടാവാൻ യാതൊരു വിഷമവുമില്ല. നിശ്രമമേവ, യാതൊരു പ്രയാസവും കൂടാതെ കണ്ട് തന്നെ. ഇനി അത് ഇന്ന ആൾക്കേ ഉണ്ടാവുന്നില്ല. വിശ്വപുരുഷൈഹി, എല്ലാ ആളുകൾക്കും ലഭിക്കാവുന്നതാണ്. എല്ലാ ആളുകൾക്കും, സർവ്വജനങ്ങൾക്കും ഈ ഭഗവാനിലുള്ളതായിട്ടുള്ള ഭക്തി ഉണ്ടാവാം. അത് ഇന്ന ആൾ വേണം, ബ്രാഹ്മണർ വേണം എന്നോ വേറെ യാഗം ചെയ്യാൻ അധികാരമുള്ളവർ വേണമെന്നോ യാതൊന്നുമില്ല. സർവ്വജനങ്ങൾക്കും വിശ്വപുരുഷൈഹി, എല്ലാ പുരുഷന്മാരിലും യാതൊരു പ്രയാസവും കൂടാതെ കണ്ട് ലഭിക്കത്തക്കതാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പറയാണ്. ജ്ഞാനയോഗമാണെങ്കിലും ഉപനിഷത്തുകൾ, വേദങ്ങൾ, അങ്ങനെയുള്ളതായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ട് ഇങ്ങനെയൊക്കെ വേണ്ടി വരേണ്ടതാണ്. അത് വളരെ ക്ലേശം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഭക്തി യോഗത്തിന് അതൊന്നും ആവശ്യമില്ല. കർമ്മയോഗമാണെങ്കിലും അതെ, ക്ഷേത്രത്തിൽ പോയിട്ടാണെങ്കിലും വേറൊരു ദിക്കിലായിട്ടാണെന്നുണ്ടെങ്കിലും പൂജാദികൾ ചെയ്യുക, യാഗം ചെയ്യുക, അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ളതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനും ക്ലേശം ഇല്ലാതെ കണ്ട് സാധിക്കില്ല, ശ്രമം ഇല്ലാതെ കണ്ട് സാധിക്കില്ല. ഇനി അത് ഈ ജ്ഞാനയോഗ ആയാലും കർമ്മയോഗ ആയാലും എല്ലാ ആളുകൾക്കും, എല്ലാ മനുഷ്യർക്കും സിദ്ധിക്കാവുന്നതല്ല. പക്ഷേ ഈ ഭക്തിയോഗമാണെങ്കിൽ വിശ്വപുരുഷൈഹി ലഭ്യ, എല്ലാ പുരുഷന്മാർക്കും എളുപ്പത്തിൽ സാധിക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഈ ഭക്തിയോഗം. ആ ഭക്തിയോഗം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വലിയ വിഷമൊന്നുമില്ല. ഇനിയും അത് ആ ഭഗവാനിൽ സൗന്ദര്യ രസാത്മകനായിട്ടുള്ള, സൗന്ദര്യ സ്വരൂപനായിട്ടുള്ളതായിട്ടുള്ള ആ ത്വയി, അങ്ങയിലുള്ളതായിട്ടുള്ള ഭക്തി മാത്രമാണ് അതിന് കാരണം. അത് സൗന്ദര്യ രസാത്മകനായതുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള ഭക്തി, അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള പ്രേമം ഉണ്ടാവാനായിട്ട് വാസ്തവത്തിൽ യാതൊരു പ്രയാസമില്ല. ആ ഭക്തിയോഗം തന്നെയാണ് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും എല്ലാ പുരുഷന്മാർക്കും സിദ്ധിക്കാവുന്നതായിട്ടുള്ള എളുപ്പമായിട്ടുള്ള മാർഗം എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഏവം ഭൂതതയാഹി ഭക്ത്യഭിഹിതോ യോഗസ്സയോഗദ്വയൽ കർമ്മജ്ഞാനമയൽ ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യ രമാവല്ലഭ.